അപ്പോൾ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ LMTD ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൽ എങ്ങനെയാണ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിറൈവ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, ഇവിടെ ഒരു കോൾഡ് ഫ്ലൂയിഡ് ഉണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ രണ്ട് പൈപ്പിൻ്റെ കാര്യങ്ങളെ വരയ്ക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു സർഫസിന് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഹോട്ട് ഫ്ലൂയിഡ്, കോൾഡ് ഫ്ലൂയിഡ്, രണ്ട് പൈപ്പ് കൂടെ പോകുന്നു നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹോട്ട് ഫ്ലൂയിഡാണ്. അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൾഡ് ഫ്ലൂയിഡ് അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനാണ് കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ TH1 എന്നും ഇതിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ TH2 എന്ന് എടുത്തു. കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ TC1 എന്നും അതിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ TC2 എന്ന് എടുത്തു. അപ്പോൾ TH1 ആയി, TH2 ആയി, TC1 ആയി, TC2 ആയി. സോ വി ഹാവ് ദ flow arrangement. Now we have to plot a distance temperature graph അല്ലെങ്കിൽ the temperature variation with respect to the length of the heat exchanger. ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ലെന്തിന് വിത്ത് റെസ്പെക്റ്റ് ഉള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് നമ്മൾ എഴുതണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ Y ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചറും നമ്മൾ X ആക്സിസിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നു, ദ ലെന്ത് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ X ഡയറക്ഷനിൽ പറയുന്നു. അപ്പം ഇവിടെ TH1 എന്ന് പറയുന്നതാണ് അവിടെ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. ഇങ്ങോട്ടേക്ക് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോട്ട് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ഔട്ട്പുട്ട് ചെയ്ത് നമുക്ക് കുറയും, ബിക്കോസ് heat transfer is occurring from hot fluid to cold fluid. Therefore hot fluid will liberate heat, that's why the temperature will be decreasing. The cold fluid is actually absorbing the amount of heat from the particular amount of heat from the hot fluid. Therefore the temperature of the cold fluid will be increasing. അപ്പോൾ cold fluid in temperature increase ചെയ്യുമ്പോൾ cold fluid ഇവിടെയാണ് കയറുന്നത്. അപ്പോൾ TC1 it is the inlet temperature of the cold fluid. Now we have the temperature of the cold fluid will be increasing because of due to the heat transfer into the cold fluid അല്ലേ. cold fluid temperature increase ചെയ്യുകയാണ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ ഇങ്ങോട്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്, പാരലൽ ഫ്ലോ പോലെ അല്ല. അപ്പോൾ അത് കൂടുന്നതായിട്ട് കാണിച്ചു. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായി മാറി, TC2 ആയി മാറി. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് θ1 എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. TH1 മൈനസ് TC2 ആണ്. നമ്മൾ കൗണ്ടർ ഫ്ലോ പാരലൽ ഫ്ലോ ചെയ്ത പോലെയല്ല. θ2 എന്ന് പറയുന്നത് TH2 മൈനസ് TC1 ആണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസസ്, ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് θ1 ഇവിടുത്തെ ടെമ്പറേച്ചർ θ2 എന്നും പറഞ്ഞെടുത്തു. അപ്പോൾ ഇങ്ങനെ പാരലൽ ഫ്ലോ കൗണ്ടർ ഫ്ലോ ഈ അറേഞ്ച്മെൻറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഴുതേണ്ട DQ എന്ന് പറയുന്ന ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ വിത്ത് റെസ്പെക്ട് ടു ദി സർഫസ്. അതായത് ഒരു എലമെൻ്റൽ സർഫസ് എടുത്തു, അതായത് കുറച്ചൊരു സർഫസ് എടുക്കുവാണ്. ഇവിടെ ഒരു എലമെൻ്റൽ ഏരിയ എടുത്തു, DA എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഈ ഏരിയയ്ക്ക് അക്രോസ് ആയിട്ട് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ DQ എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, ഒരു ഹോട്ട് ഫ്ലൂയിഡിന് അവിടെ ഒരു ടെമ്പറേച്ചർ കാണും, TH എന്ന് പറയുന്ന ടെമ്പറേച്ചർ കാണും. കോൾഡ് ഫ്ലൂയിഡിന് ഒരു ടെമ്പറേച്ചർ കാണും, TC എന്ന് പറയുന്ന ടെമ്പറേച്ചർ കാണും. അപ്പോൾ ഈ എലമെൻ്റ് ഏരിയയ്ക്ക് അക്രോസ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡ്രോപ്പ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് DTH എന്നും ടെമ്പറേച്ചർ ഗെയിൻ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് DTC എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതുന്നു DQൻ്റെ ഇക്വേഷൻ എഴുതുന്നു വിത്ത് റെസ്പെക്ട് ടു ദി സർഫസ് ഏരിയ. സോ here we are having convection as well as conduction, so therefore you have to take U, overall heat transfer coefficient U. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത് എന്തുകൊണ്ടാണ് U എടുക്കുന്നത്, ഇൻറ്റു AA. വാട്ട് ഈസ് ദ ഏരിയ ഹിയർ, ദ ഏരിയ ഈസ് DA, into temperature difference. What is temperature difference? Assuming the temperature of the hot fluid at this section is TH and that of the cold fluid is TC, then the temperature difference will be TH minus TC. This is the condition. Now by considering the hot fluid, we can calculate the temperature or the heat given up by the hot fluid by using the equation MC delta T. So from the hot fluid temperature difference we have the equation for DQ, which is equal to M into C into M is mass flow rate, C is actually specific heat, and delta T is the temperature difference. So here M will be MH, that is the mass flow rate of the hot fluid, into CPH, that means the specific heat at the constant pressure CP of the hot fluid, that is H, CPH, into the temperature difference. The temperature difference of the hot fluid is actually here DTH, that is DTH, it should be multiplied with DTH. Then we will be getting the amount of heat transfer or heat given up by the hot fluid. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, how much amount of heat is given up by the hot fluid, it will be absorbed by the cold fluid, and that much amount of heat is actually transferring across or heat transfer is occurring across this cross section area. So all the heat the equations for calculating the heat transfers will be giving the same
quantity of heat transfer. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കൺവെക്ഷൻ നമ്മൾ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് വെച്ച് എഴുതിയ ഇക്വേഷൻ. ഇത് നമ്മുടെ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് വെച്ച് എഴുതിയത്. ഇനി കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് വെച്ച് ഡി ക്യൂ എഴുതി കഴിഞ്ഞാൽ ഡി ക്യൂ ഇസ് ഈക്വൽ ടു mc into specific heat mass flow rate of the cold fluid into specific heat capacity of the cold fluid into dTc, that is the temperature difference of എന്താണ് ആ ഒരു ഏരിയയ്ക്ക് ക്രോസ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഈസ് ആക്ച്വലി DTC. Therefore it should be multiplied with it. അപ്പോൾ ഇതിൽ നിന്ന് നൗ വി ഹാവ് ടു കൺസിഡർ ദ സൈൻ കൺവേർഷൻ ബിക്കോസ് ഇത് ടെമ്പറേച്ചർ കൂടുകയോ കുറയാണോ എന്നുള്ളതിനനുസരിച്ച് ഈ ടെമ്പറേച്ചർ ചേഞ്ച് പ്ലസും നെഗറ്റീവും വരാം. അപ്പോൾ പോസിറ്റീവ് നമുക്ക് ഡി ക്യൂ എപ്പോഴും പോസിറ്റീവ് വരുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ വൈൽ എന്താണ് ലുക്കിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ ഫോർ ഹോട്ട് ബോഡി ദ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസിങ്, ടെമ്പറേച്ചർ കുറഞ്ഞതിന് പോവാണ്. ഓക്കെ, കോൾഡ് ബോഡിയുടെ കേസിലും ടെമ്പറേച്ചർ കുറഞ്ഞതിന് പോവാണ്. ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസിങ് ഫോർ ബോത്ത് ഹോട്ട് ഫ്ലൂയിഡ് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ്. ദെർഫോർ ഇത് രണ്ടും എന്താണ് പോസിറ്റീവായിട്ടാണ്. നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ മൈനസ് ഇവിടുത്തെ ടെമ്പറേച്ചർ, അപ്പോൾ ഇത് രണ്ടും എന്തേ വരത്തുള്ളൂ, പോസിറ്റീവ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മൈനസ് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല ഡി ക്യൂ നെഗറ്റീവ് ആക്കുന്നതിന് വേണ്ടി. അപ്പം പാരലൽ ഫ്ലോയിൽ നിന്നുള്ള വ്യത്യാസം ഇവിടെയാണ് ഫസ്റ്റ്. ഇനി നമുക്കറിയാം MH ഇൻറ്റു CPH ഞാൻ ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ CH എന്നറിയാം, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വിച്ച് ഇസ് അത് CH ഇൻറ്റു DTH ആവും. MC ഇൻറ്റു സ്മാൾ ലെറ്റർ CPC എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ C ആവും, ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ കോൾഡ് ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് ഇൻറ്റു DTC വരും. അപ്പോൾ ഈ രണ്ട് സാധനത്തിൽ നിന്ന് നമുക്കിനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് DTHും DTC ആണ്. അപ്പോൾ DTH എന്ന് പറയുന്നതിൻ്റെ വാല്യൂ DTH വിൽ ബി ഈക്വൽ ടു ഈ ഡി ക്യൂവിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, CH താഴെ പോകുമ്പോൾ DQ ഡിവൈഡഡ് ബൈ CH. നൗ ഈ ഒരു അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇതിനടുത്ത് ഇക്വേഷൻ നമ്പർ 2 നമ്മളെങ്ങനെ കണ്ടുപിടിക്കും, ഈ DTC കണ്ടുപിടിക്കാൻ DQവിനെ എന്താണ് CC കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ DTC ഈക്വൽസ് എന്താണ് DQ ഡിവൈഡഡ് ബൈ ഈ CC താഴെ പോയി DQ ഡിവൈഡഡ് ബൈ CC. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ അവിടെ ചെയ്ത് എന്താ അതേപടി തന്നെ ഇവിടെ ചെയ്യുക, 1 - 2 ചെയ്യുക. 1 - 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ DTH മൈനസ് DTC which is equal to റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും, DQ ബൈ CH മൈനസ് എന്താണ് DQ ബൈ CC എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഈ ഒരു സാധനത്തിന് നമുക്ക് എന്തെന്ന് എഴുതാം, d θ എന്ന് എഴുതാം. ഇറ്റ് ഈസ് d θ which is equal to DQ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ DQ ഇൻറ്റു 1/CH മൈനസ് 1/CC. അവിടെ നമ്മൾ DQ ആണോ എടുത്തത് മൈനസ് DQ ആണോ എടുത്തത്, അവിടെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തതെന്ന് പറയുന്നത് മൈനസ് DQ ആണ്. അപ്പം ഇത് മൈനസ് DQ കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയും നമ്മൾ എന്തെടുക്കണം, മൈനസ് DQ എന്ന് പറയുന്ന സാധനം തന്നെയാണ് കോമൺ ആയിട്ട് എടുക്കേണ്ടത്. പക്ഷേ ഇത് രണ്ട് മൈനസാണ് വരുന്നത് അല്ലേ, സോറി ഇവിടെയും മൈനസ് വരും ഇവിടെയും മൈനസ് വരും. കാര്യം നേരത്തെ പോയി നമ്മൾ നേരത്തെ ചെയ്തത് വേറെ ബുക്കിലാണ്. അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നത് നമ്മൾ എന്തെടുത്തു, ടെമ്പറേച്ചർ കുറയുന്നത് നെഗറ്റീവും ടെമ്പറേച്ചർ കൂടുന്നത് പോസിറ്റീവും അടുത്ത് കഴിഞ്ഞതിൽ അല്ലേ. അപ്പോൾ അതേ സാധനം തന്നെ ഇവിടെയും ചെയ്യുക. എന്താണ്, ഇങ്ങോട്ട് പോകുന്തോറും രണ്ടിൻ്റെയും ടെമ്പറേച്ചേഴ്സ് കുറയുവാണ്. അപ്പോൾ കുറയുമ്പോൾ രണ്ട് സ്ഥലത്തും എന്ത് വരണം, നെഗറ്റീവായിരിക്കും എടുക്കണം. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് ആ പറഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ രണ്ട് സ്ഥലത്തും മൈനസ് വാല്യൂ വരും, മറ്റേ സ്ഥലത്ത് 1 പ്ലസും 1 മൈനസും ആയിരുന്നു നമ്മൾ നേരത്തെ ചെയ്തത്. ബിക്കോസ് അപ്പം ഇനി ഞാൻ ഒന്ന് കൺഫേം ചെയ്യാം. ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ നമുക്ക് എന്ത് വരുന്നു, എക്സ് ഡയറക്ഷൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ടും, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തുമായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ടാണ്. ഈ ഡിക്രീസ് ചെയ്യുന്ന DTH ആണ്. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ അവിടെ നെഗറ്റീവ് വന്നു, കോൾഡ് ഫ്ലൂയിഡിൻ്റെ പോസിറ്റീവ് വന്നു. പക്ഷേ ഇവിടെ രണ്ട് എടുക്കുമ്പോഴും രണ്ടും എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വരുന്നത് -CH -CC എന്ന് വരും. ഇവിടെ -DQ -DQ എന്നും വരും. ഓക്കെ, ഞാൻ വിചാരിച്ചു തിരിച്ചുള്ള സൈൻ കൺവേർഷൻ ആണെന്നുള്ളത്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പഠിപ്പിച്ച് പോകാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്, ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേ എടുക്കുമ്പോഴത്തേക്ക് ഉള്ള ഒരു കൺഫ്യൂഷൻ കൊണ്ടുണ്ടായതാണ്. അപ്പം ഇത് നോക്കിക്കോളാം. DTH = -DQ/CH ആണ്, DTC = -DQ/CC ആണ്. അപ്പോൾ DTH -DQ ആകുമ്പോൾ ഇവിടെ ഒരു മൈനസ് വരും, ഇവിടെ ഒരു മൈനസ് വരും അല്ലേ. അപ്പോൾ -DQ ആണ് നമ്മളിവിടെ പുറത്തെടുക്കേണ്ടത്. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡെറിവേഷൻ പഠിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കാണാൻ പഠിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു കാര്യം എഴുതാം, ഇത് എഴുതിയിട്ട് കാണാതെ പഠിക്കുകയാണെങ്കിൽ ചുമ്മാ അങ്ങ് എഴുതി പോവാം. നമ്മൾ ഈ കൺസെപ്റ്റ് പഠിക്കുമ്പോഴത്തേക്ക് 1-2 തവണ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. അപ്പോൾ എനിക്ക് ട്രിഗർ ആയപ്പോഴാണ് ഈ -DQ ഇവിടെ പുറത്തെടുക്കണമെന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് -DQ ആണ് പുറത്തെടുക്കേണ്ടതെന്നുള്ളൊരു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നുള്ള രീതി നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം പറ്റിയത്. ഓക്കെ, അത് പറ്റിയത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധിച്ചു പോകണം. ഇപ്പോൾ നമ്മൾ ഡെറിവേഷൻ പഠിക്കുമ്പോൾ നമ്മളൊരു ചെക്കിംഗ് പോയിൻറ്റ്സ് നമ്മളായിട്ട് തന്നെ ഉണ്ടാവണം. അവിടെ ഒരു -DQ ആണ് പുറത്തെടുക്കേണ്ടത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവിടെ ഇല്ലെങ്കിൽ
തെറ്റിപ്പോവും. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഈ മൈനസിൻ്റെ കാര്യം ഇവിടെ പ്രശ്നം വരും എന്നുള്ളതും പഠിച്ചു വെച്ചേക്കണമായിരുന്നു. അപ്പോൾ അത് നോക്കാത്തതുകൊണ്ട് അത് അപ്പോൾ ആ ഒരു സംഭവം അവിടെ തെറ്റിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒരു തവണ ചെയ്ത് പഠിച്ചാൽ നമ്മൾ കൗണ്ടർ ഫ്ലോയും പാരലൽ ഫ്ലോയും ഒരു തവണ ഒന്ന് ജസ്റ്റ് പാരലൽ ഫ്ലോ ചെയ്താൽ തന്നെ കൗണ്ടർ ഫ്ലോ ചെയ്യാൻ പറ്റും. ആ മൈനസിൻ്റെ കാര്യം മാത്രം നോക്കിയിരുന്നാൽ മതി. അപ്പോൾ നോക്കി നമുക്ക് ബാക്കി തിരിച്ച് വരാം. ഡി ടി ക്യൂ = മൈനസ് ഡി ക്യൂ ഇൻറ്റു. അപ്പോൾ എന്താ പ്രശ്നം? മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇവിടെ അകത്തൊരു മൈനസ് കിടക്കും. താട്ടിക്കലി ഈ മൈനസ് ഡി ക്യൂ പുറത്ത് വന്നു, ഈ മൈനസ് അവിടെ തന്നെ കിടപ്പുണ്ട്, പ്രശ്നമല്ലോ. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡി തീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെഴുതും? ഈ മൈനസ് ഡി ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. മൈനസ് ഓഫ് യു ഇൻറ്റു എന്താണ് ഡി എ ഇൻറ്റു ടി എച്ച് മൈനസ് ടി സി അല്ലേ? ടി എച്ച് മൈനസ് ടിക്ക് ഞാൻ ഒന്നുകൂടെ എഴുതി സമയം കളയുന്നില്ല. അതിന് നമ്മൾ തീറ്റ എന്ന് കൊടുത്തെന്ന് അറിയാമല്ലോ. തീറ്റ ഇൻറ്റു ബാക്കിയുള്ള ഇത്രയും സാധനം 1/CH മൈനസ് 1/CC. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? ടി എച്ച് മൈനസ് എന്തെന്ന് കിട്ടി? ടി സി എന്ന് കിട്ടി. ഇനി ഇവിടെ നിന്ന് ഡി തീറ്റ, അപ്പോൾ തീറ്റ ഇങ്ങനെ താഴെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാം? ഡി തീറ്റ ബൈ തീറ്റ ഈക്വൽസ് മൈനസ് യു ഇൻറ്റു ഡി എ ഇൻറ്റു എന്തെന്ന് വരും? 1/CH മൈനസ് 1/CC എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഡി എ നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് θ1 to θ2, θ1 to θ2, ഇത് θ1ഉം ഇതെന്തെന്നും കൊടുക്കാം? θ2 എന്നും കൊടുക്കാം. θ1 to θ2 എന്ന ലിമിറ്റ് 1 to 2 ഒന്നും കൊടുക്കാം. ടെസ്റ്റ് 1 to 2 എന്ന് എഴുതിയിരിക്കുന്നത് θ1 to θ2. ഇവിടെ ഏരിയയ്ക്ക് ലിമിറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ലിമിറ്റ് ഡി എ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഏരിയയ്ക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് 0 to a. അതായത് മാക്സിമം മിനിമം ഏരിയ 0യും മാക്സിമം ഏരിയ എന്താണ്? 3 ഏരിയ ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. സർഫസ് ഏരിയ ക്രോസ്, അത് ആ ഒരു ഫ്ലൂയിഡ് ക്രോസ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലോഗ് തീറ്റയാണ്. ലോഗ് തീറ്റ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ലോവർ ലിമിറ്റ് നമ്മൾ താഴെ എഴുതി, അപ്പർ ലിമിറ്റ് നമ്മൾ അവിടെ എഴുതി വെച്ചു. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് യു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു സാധനം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതും കൂടെ പുറത്ത് വരും. 1/CH മൈനസ് 1/CC ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എ എന്ന് പറയുന്ന എ വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വേണമെങ്കിൽ കൊടുത്തിട്ടേക്കാം. a - 0 a തന്നെ കിട്ടും. അപ്പോൾ ഇത് ലോഗ് θ2/θ1 കിട്ടുമല്ലോ. ലോഗ് θ2 ഡിവൈഡഡ് ബൈ θ1 ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോഗ് θ2 മൈനസ് ലോഗ് θ1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് θ2/θ1. ലോഗ് a മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് a ബൈ ബി. അത് വെച്ച് എഴുതി. മൈനസ് യു ഇൻറ്റു ഇവിടെ എന്താണ്? 1/CH മൈനസ് 1/CC ഇൻറ്റു എ എന്ന് പറയുന്ന സാധനം കിട്ടി. ഇനി 1/CHനും 1/CCക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്താൽ പോരെ? അപ്പോൾ 1/CHനും 1/CCക്കും നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ ചെയ്ത സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ അത് ഞാൻ വീണ്ടും ഇനി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഡയറക്റ്റ് ഞാൻ ആ ഒരു സംഭവം ഇവിടെ കൊടുത്താൽ മാത്രം മതിയല്ലോ. അവിടെ ചെയ്തതിനും ഇവിടെ ചെയ്തതിനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാര്യം നമ്മൾ എഴുതുന്നത് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ സംഭവം എഴുതി പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ കൊടുത്തേ? CHന് പകരം Q/TH1 മൈനസ് TH2. ഇവിടെ CCക്ക് പകരം Q/TC2 മൈനസ് TC1 ആണല്ലോ. ഇത് രണ്ടുമാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തത്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഞാനൊന്ന് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. CH ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരുന്നു? Q ഡിവൈഡഡ് ബൈ TH1 മൈനസ് TH2 ആയിരുന്നു. ആൻഡ് CC ഈക്വൽ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്ത സാധനം Q ഡിവൈഡഡ് ബൈ എന്താണ്? TC2 മൈനസ് TC1. അതൊന്നുകൂടെ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? ലോഗ് θ2/θ1 ഈസ് ഈക്വൽ ടു മൈനസ് യു ഇൻറ്റു 1/CHന് പകരം തിരിച്ചിട്ട് കൊടുക്കണം അല്ലേ? TH1 മൈനസ് TH2 ഡിവൈഡഡ് ബൈ എന്താണ്? Q മൈനസ് ഇവിടെ 1/CC തിരിച്ചിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് TC2 മൈനസ് TC1. അത് മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടോളാം. ഡിവൈഡ് ബൈ Q. ഓക്കെ. ഇനി നമുക്ക് Q എന്ന് പറയുന്ന LCM ആണ്. ഇത് രണ്ടും കൂടെ മനസ്സ് ഒറ്റ ഇതിലെഴുതാം. ലോഗ് θ2/θ1 ഈക്വൽസ് മൈനസ് യു ഇൻറ്റു നമുക്കറിയാമല്ലോ. അപ്പോൾ Q എന്ന് പറയുന്ന ന്യൂമറേറ്റർ വന്നു, ഡിനോമിനേറ്റർ വന്നു. ന്യൂമറേറ്ററിൽ TH1 മൈനസ് TH2 മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് TS2 മൈനസും കൂടെ എന്താവും? പ്ലസ് TC1 ആവും. അപ്പോൾ ഇത്രയും സാധനങ്ങളായി മാറി. ഇനി നമുക്ക് വേണ്ടത് θ1 എന്ന് പറയുന്നത് TH1 മൈനസ് TC2 ആണ്. അപ്പോൾ TH1 മൈനസ് TC2 അതേപടി കിടപ്പുണ്ട്. ഇനി θ2 TH2 മൈനസ് TC. ഇതിൽ നിന്ന് രണ്ട് മൈനസ് കോമൺ ആയിട്ട് എടുത്തിട്ട് അത് ബ്രാക്കറ്റിന് എഴുതിയാൽ ഇത് TH2 മൈനസ് TC1. ഓക്കെ. TH2 മൈനസ് TC1 എന്ന് നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റാം? ലോഗ് θ2/θ1 ഈക്വൽസ് ഈ മൈനസ് യു ഇൻറ്റു എന്താണ്? ഇവിടെ TH1 മൈനസ് നമ്മൾ എന്തെന്ന് കൊടുത്തു? ബ്രാക്കറ്റിൽ TH1 മൈനസ് നമുക്ക് എന്താ വേണ്ട? TC2 അവിടെ ഉണ്ടല്ലോ. TH1 മൈനസ് TC2 ഇവിടെ ഉണ്ട്. മൈനസ് ഓഫ് ഇത് കിടക്കുന്നത് മൈനസ് TH2 ആണ്. നമുക്കിവിടെ പ്ലസ് TH2 ആണ്. അപ്പോൾ മൈനസ് ബ്രാക്കറ്റിന് പുറത്തിട്ടു, പ്ലസ് TH2 ഇവിടെ എഴുതി. പിന്നെ മൈനസ് TC1 ആണ്. പ്ലസ് TC1 ഉണ്ട്. അപ്പം പുറത്ത് മൈനസ് വന്നു. അപ്പം ബ്രാക്കറ്റിനകത്ത് TC1 കൊടുത്താൽ മതി. ഈ മൈനസ് അകത്തോട്ട് കയറുമ്പോൾ പഴയ പോലെ ആവും. ഡിവൈഡ് ബൈ Q.
ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? ലോഗ് θ2 ബൈ θ1 ഈക്വൽസ് മൈനസ് യു ഇൻറ്റു ഇതെന്താണ് θ1 മൈനസ് θ2 ഡിവൈഡ് ബൈ ക്യൂ. ഓക്കെ, മൈനസ് ബ്രാക്കറ്റിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? യു ഇൻറ്റു θ2 മൈനസ് θ1 ഡിവൈഡ് ബൈ ക്യൂ. ഈ ക്യൂ ഇപ്പുറത്ത് വന്നു, ലോഗ് ഇങ്ങ് താഴെ പോയാൽ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? യു ഇൻറ്റു θ2 മൈനസ് θ1. ഒരു എ എവിടെ പോയി? അതാ ഈ എ അത് ഇടാൻ പറഞ്ഞു. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. പഠിപ്പിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് പണ്ട് പഠിച്ച ഒരു ഓർമ്മയാണ്, അതില്ലെങ്കിൽ ചെയ്യുക. θ2 മൈനസ് θ1 അപ്പോൾ എ ഇവിടെ ഉണ്ട്. θ2 മൈനസ് θ1 ഡിവൈഡഡ് ബൈ ലോഗ് എന്താണ്? θ2 ബൈ θ1. ഓക്കെ, ഈ ഒരു സാധനം. അപ്പോൾ ഇവിടെ നിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? യു ഇൻറ്റു എ ഇൻറ്റു ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താ? θm ആയിട്ട് കിട്ടും. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു യു എ θm. അപ്പോൾ LMTD ലോഗരിതമിക് ടെമ്പറേച്ചർ ഡിഫറൻസ് ഫോർ കൗണ്ടർ ഫ്ലോയുടെ കേസിലും θmൻ്റെ ഇക്വേഷൻ എന്തിനു വന്ന്? θ2 മൈനസ് θ1 ഡിവൈഡഡ് ബൈ ലോഗ് θ2 ബൈ θ1. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താ ഇവിടെ കിടക്കുക? കാര്യം പാരലൽ ഫ്ലോയിലും ഇക്വേഷൻ സെയിം തന്നെയാണ്. സെയിം വി ഗോട്ട് ദ സെയിം ഇക്വേഷൻ വേർ θm ഈസ് ഈക്വൽ ടു θ2 മൈനസ് θ1 ബൈ ലോഗ് θ1. വാട്ട് ഈസ് θm? θ2 θ1 തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ θ1 എന്ന് പറയുന്നത് Th1 മൈനസ് Tc1 ആയിരുന്നു. അതുകൊണ്ട് ഇതായിരുന്നു θ1. θ2 Th2 മൈനസ് Tc2 ആണ്. രണ്ടും 1 ആണ്. θ1 രണ്ടും 2 ആണ്. Tc2. പക്ഷേ ഇവിടെ തിരിഞ്ഞു വരും. Th1 മൈനസ് Tc2 ആണ് θ1. കാര്യം കൗണ്ടർ ആകുമ്പോൾ ഇവിടെയാണ് ആ ഒരു ടെമ്പറേച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഇൻലെറ്റ് ഓഫ് ഹോട്ടും ഔട്ട്ലെറ്റ് ഓഫ് കോൾഡും തമ്മിലാണ് θ1 കിട്ടുന്നത് ഡിഫറൻസ് എടുക്കുമ്പോൾ. ഇനി ഔട്ട്ലെറ്റ് ഓഫ് ഹോട്ടും ഇൻലെറ്റ് ഓഫ് കോൾഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ θ2 എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ സെയിം തന്നെയാണ്, ബട്ട് വി ഹാവ് ടു ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഫോർ θ1 ആൻഡ് θ2 ഇൻ കേസ് ഓഫ് പാരലൽ ഫ്ലോ ആൻഡ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. സോ ചെയ്തെടുക്കുമ്പോൾ ഇക്വേഷൻ സെയിം തന്നെ കിട്ടും, ബട്ട് വി ഹാവ് ടു സ്പെസിഫൈ ദാറ്റ് ഹിയർ θ1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയേണ്ടി വരും? Th1 മൈനസ് Tc2 എന്നും θ2 ഈസ് ഈക്വൽ ടു Th2 മൈനസ് Tc1 എന്നും പറയുന്നു. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ we can do the problems. ഇത്രയേ ഉള്ളൂ. ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ LMTD ആയിട്ട് ബന്ധപ്പെട്ട ഒരു 5-6 പ്രോബ്ലംസ് ഉണ്ട്. ഈ 5-6 പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഇനി അടുത്ത് വർക്കൗട്ട് ചെയ്യുന്നത്. ഈ 5-6 പ്രോബ്ലംസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലെ NTU മെത്തേഡ് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കും. മനസ്സിലായില്ലേ? LMTD എന്താണ്, NTU എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, LMTD എന്തിനാണ് നമ്മൾക്ക് LMTD ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അസംഷൻസും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ എന്തും പറഞ്ഞു, ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും, വ്യത്യാസമൊന്നുമില്ല. ഇനി ഒരു കാര്യം, ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഈ ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെയാണ്. അതായത് ഇവിടെ ഒരു പ്ലെയിൻ സർഫസ് ഏരിയ ആയിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിലിണ്ടറിനെ വളച്ച് വെച്ചേക്കണം, നൂത്ത് വെച്ചിട്ട് ഇവിടെ നെക്രോസ് ആയിട്ട് ക്യൂബ് ഇടുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. യു എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1/h. ഇപ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡ് HF പ്ലസ് L/K. L/K എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ അത് ലെന്താണ്. K എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി പ്ലസ് 1/h ഓഫ് ഔട്ടർ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ കോൾഡ് ഫ്ലൂയിഡ് ആണെങ്കിൽ കോൾഡ് ഫ്ലൂയിഡ്. ഇതാണ് യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. ചിലപ്പോൾ യു ഡയറക്റ്റ് തന്നില്ലെങ്കിലോ. യുവിൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. കാര്യം നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിലാണ് ഈ ഒരു ബുക്ക് ഫുൾ എടുത്തത്. നമ്മൾ ഫോർത്ത് മോഡ്യൂൾ ഇതാ ഇപ്പോൾ തീരും, ഒരു 5-6 പേപ്പറിനകത്ത് തീരും. ഫസ്റ്റ് മോഡ്യൂളിന് വേണ്ടി എത്ര എടുത്തു? നമ്മൾ ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. 1/h × A റെസിസ്റ്റൻസ് ആണ്. ഓവറാൾ ഇതാ 1/1/hf. അതേ സാധനം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ സാധനം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പുതുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഓർമ്മ വേണം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിത് പെട്ടെന്ന് തീരും. ബാക്കിയുള്ള മോഡ്യൂൾസ്, ഈ ഫസ്റ്റ് മോഡ്യൂളാണ് ചാടപാട ഒരുപാടുണ്ട്. ഒരു 15-16 വീഡിയോസ് ചെയ്തിട്ടും തീർന്നിട്ടില്ല. അത് വീണ്ടും ഉണ്ട് ഇനി. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അവസാനം ഒരു പണിയും കിട്ടുകയും ചെയ്തു. ഞാൻ എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത് തന്നെ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്ത് വിട്ട്, അങ്ങനെയും പണി കിട്ടി. ഇനി അതും ഒന്നിരിച്ചാണ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നമുക്ക് ചെയ്തേ പറ്റും. അതെന്തായാലും ചോദിക്കും ക്രിട്ടിക്കൽ തിക്നെസ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒന്നുകൂടെ എഴുതി പറയാൻ പറ്റത്തില്ല, അല്ലാതെ പറയാം. പക്ഷേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.